ഒരു ഫുൾ ടൈം ഹോം മേക്കർ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ലീവില്ലാതെ ഒരേ റൂട്ടീൻസിലൂടെ വീട്ടുജോലികൾ നമ്മളിങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കെങ്കിലും ബോറടി തോന്നാറുണ്ട്, ഇടയ്ക്കെങ്കിലും നമുക്ക് മടി തോന്നാറുണ്ട്. എന്നാൽ വീട്ടുജോലികൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ചെറിയ ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീട്ടിലെ ജോലിയല്ല, നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പുറത്ത് ഏതെങ്കിലും ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീട്ടിൽ നടക്കുന്ന അതേ വേഷത്തിൽ പോവില്ലല്ലോ. നമ്മൾ കുറച്ച് നല്ലോണം ഒരുങ്ങി വൃത്തിയായിട്ടല്ലേ പോവുള്ളൂ. എന്നാൽ നമ്മൾ വീട്ടുജോലികൾ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ കാര്യത്തിലൊന്നും അത്ര ശ്രദ്ധ പുലർത്താറില്ല. അതായത് ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ. അപ്പൊ നമുക്ക് വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്തും കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലികൾ, അതായത് അധികം നമ്മുടെ ദേഹത്ത് ഒരുപാട് അഴുക്കാകുന്ന രീതിയിലുള്ള ജോലികളൊക്കെ വളരെ പെട്ടെന്ന് തീർത്തതിന് ശേഷം ഉടനെ തന്നെ കുളിച്ച് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ട് നമുക്ക് നടക്കാം. ഇങ്ങനെ നടന്ന എന്താ ഗുണം എന്നറിയോ? നമുക്ക് സ്വയം നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു, ഒന്ന് കടയിൽ പോകേണ്ട വന്നു, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ് ഒക്കെ വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്, അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും നമുക്ക് ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ള ആളുകളോട് ഇടപഴകാനായിട്ട് നമുക്ക് പറ്റും. ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ പല വീട്ടമ്മമാരും മടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ വീട്ടിലെ പല ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൊക്കെ ഒരുപാട് അഴുക്കാവും, പാത്രം കഴുകുമ്പോൾ വെള്ളം വീഴും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടാണല്ലോ. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ഏപ്രൺ യൂസ് ചെയ്യാം. ഏപ്രൺ നമ്മൾ സ്ഥിരമായിട്ടൊരു ഏപ്രൺ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിന് കിച്ചണിലോ എവിടെയെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യുന്ന സമയത്ത് മാത്രം ആ ഏപ്രൺ എടുത്ത് നമ്മൾ എന്ത് ഡ്രസ്സാണോ ഇട്ടേക്കണേ അതിന് മുകളിലെടുത്ത് നമുക്ക് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വീട്ടുജോലികളാണ് ചെയ്യുന്നതെന്ന് കരുതിയിട്ട് ഇനി നല്ലോണം ഡ്രസ്സ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് അത്യാവശ്യം വലിയ പാർട്ടി വെയറോ അങ്ങനത്തെ ഡ്രസ്സൊന്നും എടുത്തിടണം എന്നല്ല കേട്ടോ പറഞ്ഞത്. നമുക്ക് ഉള്ളതിൽ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ ധരിച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പലപ്പോഴും വീട്ടിലെ ജോലികൾ മാത്രം ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനും അതുപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും മനസ്സ് തുറക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ടാണ്. അതായത് നമുക്ക് നമ്മുടെ അതേ മൈൻഡിലുള്ള, ഉദാഹരണത്തിന് ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ സെയിം അതേപോലെ തന്നെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന വീട്ടമ്മമാരുമായിട്ട് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ സമയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനിടയിൽ വീട്ടുജോലികൾക്ക് ഇടയിൽ നമുക്ക് എത്ര സമയം കിട്ടുന്നുള്ളത് സംശയമാണ്. എന്നാലും ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയും നമുക്ക് ഒരേപോലെ നമ്മുടെ റൂട്ടീൻസ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഐഡിയാസ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മനസ്സ് കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇടയ്ക്കിടെ നമ്മൾ ജോലികൾക്ക് ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മൾ ഒട്ടും നേരം വിശ്രമിച്ചില്ലല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട് നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പം നമ്മൾ വലിയ വലിയ ജോലികൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇരുന്ന് നമുക്ക് വിശ്രമിക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേക്കുള്ള മീൽ പ്രിപ്പറേഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പം ബ്രേക്സ് എടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ജോലിയുടെ ഇടയ്ക്ക് മറന്നു പോകാനായിട്ട് ഇടവരരുത്. ചില ആളുകൾ കുറച്ച് ജോലികൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം വിശ്രമിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് സ്വയം ഒന്ന് റീചാർജ് ആവാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാം. അപ്പോൾ എത്ര ജോലിയാണെങ്കിലും ഇടയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനും സ്വയം കുറച്ചു നേരം വിശ്രമിക്കാനും ശ്രദ്ധിക്കാം. ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു ബുക്ക് വായിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള TV ഷോസ് കാണാനോ പാട്ട് കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സമയം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് ബോറടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് കാര്യം നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്നാലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നല്ല വാൾ ഹാങ്ങിങ്സ്, അതുപോലെ നല്ല കർട്ടൻസ്, അതുപോലെ നല്ല സോഫ്റ്റ് പില്ലോസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പാകത്തിന് വീടിനെ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു ഹോം എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ വീടിനുള്ളിൽ ചിലവഴിക്കുന്ന സമയം നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാനായിട്ട് നമ്മൾ വീടിനെ ഇങ്ങനെ ഒരുക്കി വെക്കുന്നത് ഒരുപാട് സഹായിക്കും.
അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടിനെ നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മൾ വീട്ടിലെ ജോലികളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ സന്തോഷത്തോടു കൂടി വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല സീറ്റിംഗ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിലൂടെ നമ്മുടെ വീട് എപ്പോഴും ഇൻവൈറ്റിംഗ് ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരിക്കാനായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മുടെ വീടിനെ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. പലപ്പോഴും വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്ന് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടുമായിരിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കൃത്യമായിട്ട് ക്ലീനിങ് റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ക്ലീനിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമുക്ക് വീട്ടിൽ ഡെയിലി ചെയ്യേണ്ട ചില ക്ലീനിങ് ഡ്യൂട്ടീസ് ഉണ്ട്, അതുപോലെ നമുക്ക് വീക്ക്ലി ചെയ്യേണ്ടതുണ്ട്, മന്ത്ലി ചെയ്യേണ്ടതുണ്ട്. ഇതിന് കൃത്യമായിട്ടൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി കൃത്യമായിട്ടൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയം ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇങ്ങനെ നമ്മൾ ക്ലീനിങ് റൂട്ടീൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഇപ്പൊ ക്ലീനിങ്ങിന് നമുക്ക് മന്ത്ലി ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഡീപ്പ് ക്ലീനിങ് ഒക്കെ, ഇപ്പൊ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ മന്ത്ലി ക്ലീനിങ്ങിൽ ചെയ്യാനായിട്ടായിരിക്കും വച്ചിരിക്കുന്നത്. അപ്പൊ അത്തരം ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് കുക്കിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ട ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ അതുപോലെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫുഡ് കുറെ നേരം കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ജോലികളെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കാനായിട്ട് ക്ലീനിങ് റൂട്ടീൻ ഒന്ന് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡെയിലി മന്ത്ലി വീക്ക്ലി ക്ലീനിങ് റൂട്ടീൻ ഞാൻ എൻ്റെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. വീട്ടുജോലികൾ ചെയ്യാൻ തുടങ്ങിയാൽ മെയിനായിട്ട് തോന്നുന്ന ഒരു കാര്യം എത്രയൊക്കെ ജോലികൾ ചെയ്തിട്ടും ഈ ജോലികൾ കഴിയണില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ കൂടുതൽ ജോലികൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ സമയം കൊണ്ട് കൂടുതൽ ജോലികൾ ചെയ്യാൻ നോക്കാതെ ചെയ്യുന്ന ജോലി ക്വാളിറ്റി ഉള്ളത് ചെയ്യാനായിട്ട് നോക്കാം. നമ്മളിങ്ങനെ പറയില്ലേ ഹാർഡ് വർക്ക് അല്ല വേണ്ടത് സ്മാർട്ട് വർക്ക് ആണെന്ന്. അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ചിലപ്പോൾ നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്ത് വരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പല റെസിപ്പീസും ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് യൂട്യൂബ് ഒക്കെ ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഒക്കെ യൂട്യൂബ് വീഡിയോസിലൂടെ കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ചെറിയ ചില പൊടിക്കൈകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ഇപ്പോ റെസിപ്പീസ് ആണെങ്കിലും അതുപോലെ മറ്റുള്ള ജോലികളാണെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന ജോലി നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് സമയം നമുക്ക് നമ്മുടേതായിട്ട് ചിലവഴിക്കാനായിട്ട് പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത ജോലികൾ ഒരുപാട് നമ്മൾ ചെയ്ത് 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 നമ്മുടെ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവണത്. പലതരത്തിലുള്ള കുറുക്കു വഴികൾ കണ്ടുപിടിക്കുക, കുറുക്കു വഴികളിൽ കൂടെ നമ്മുടെ ജോലി പെട്ടെന്ന് തീർക്കാനായിട്ട് നമ്മൾ നോക്കാം. നമ്മൾ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ആ ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്സിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് അത് എത്തുന്നുണ്ടാകില്ല. ചെറിയ ചില വീഴ്ചകൾ വന്നാൽ പോലും പെർഫെക്റ്റ് ആയില്ല എന്നുള്ള വിഷമം കൊണ്ട് നമുക്കത് ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിനെ കൊണ്ടെത്തിക്കാനായിട്ട് ഇതൊരു കാരണമാവാം. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റെസിപ്പി ഉണ്ടാക്കി, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് പെർഫെക്റ്റ് ആയി വന്നില്ല. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിൽ നമ്മളോട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്.
ചിലപ്പോൾ പലതവണ നമ്മൾ ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തുകയുള്ളൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന പോലത്തെ വീടുകൾ, അതുപോലത്തെ ഡെക്കറേഷൻസ്, അവിടെ നമ്മൾ കാണുന്ന പോലത്തെ ഉള്ള ഫർണിച്ചറുകൾ, അതൊന്നും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. നമ്മുടെ ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വീടിനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും വൃത്തിയാക്കി വെക്കാനും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതാണ് പെർഫെക്റ്റ്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് പെർഫെക്റ്റ്, അതുപോലെ ആയില്ല നമ്മുടെ വീട്, നമ്മുടെ റിലേഷൻഷിപ്സ് അതുപോലെ ആകുന്നില്ല, അങ്ങനെയൊന്നും കരുതിയിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഫാമിലിയെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നുണ്ടെങ്കിൽ അത് ധാരാളമാണ്. നമുക്ക് പെർഫെക്ഷനിസത്തിന്റെ പിന്നാലെ പോകാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ച് കോൺഫിഡൻസോട് കൂടി സന്തോഷിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടുജോലികൾ എൻജോയ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. വീട്ടുജോലികൾ എപ്പോഴും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തം ആകുന്ന സമയത്ത് നമുക്കത് വലിയൊരു ഭാരമായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ജോലികളിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി ഈ ഇത്തരം ജോലികൾ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് വെറുതെ അവരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കാണ്ട് ജോലികളെ ഒരു ഫൺ ടാസ്ക് ആയിട്ട് നമുക്ക് മാറ്റാം. ഇപ്പൊ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ ഒരു സ്പീഡ് റേസ് പോലെ, അതായത് ഇപ്പൊ ആദ്യം രണ്ടുപേർക്ക് രണ്ട് ക്ലീനിങ് ജോലികൾ കൊടുത്തതിന് ശേഷം ആദ്യം ആരാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗെയിംസ് ആയിട്ട് നമ്മൾ ഈ ജോലികൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവർക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാനും ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അവരുടെ ഒപ്പം കളിച്ച് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് നമുക്കും ജോലികൾ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അമ്മമാരും കുട്ടികളും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ പോലെ, അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പൊ 2 പേജ് കളർ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ക്ലീനിങ് വർക്ക് തീർക്കും. അപ്പൊ ഒരു ടൈമർ വെച്ചിട്ട് ആരാണ് ആദ്യം ആദ്യം അവരുടെ ടാസ്ക് തീർക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ജോലികളെ ചില ഫൺ ഗെയിംസ് ആയിട്ട് മാറ്റാം. അപ്പോൾ വീക്കെൻഡ്സിൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ജോലികളെ കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്ന രീതിയിൽ സെയിം റൂട്ടീനിൽ നിന്ന് മാറിയിട്ട് കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുമോയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഒരേ റൂട്ടീനിലൂടെ ഒരേ വീട്ടുജോലികൾ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടുജോലികൾ എൻജോയ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ സാധിക്കണമെന്നില്ല, എന്നാലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് ഏതൊക്കെ പോയിന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.